ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും sumistipstalks സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ സ്കിൻ കെയറിൽ നമുക്ക് മുഖത്തുള്ള അനാവശ്യ രോമങ്ങൾ കളയാനായിട്ട്, അതേപോലെ നമുക്ക് ചുണ്ടിൽ നല്ല നിറം വർദ്ധിക്കാനായിട്ട്, പിന്നെ കുറേ ഗുണങ്ങൾ ഈ ഒരു ഫേസ് പാക്കിലുള്ള രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ഗ്ലോയിങ് ആയിട്ട്, നല്ല നിറം വർദ്ധിക്കാനായിട്ട്, അതുപോലെ മുഖക്കുരു വന്നവരാണെങ്കിൽ മുഖക്കുരുവൊക്കെ നന്നായിട്ട് തടയാനായിട്ട്, നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട്, മുഖക്കുരു വന്ന പാടുകൾ മാറാനായിട്ട്, സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട്, അതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേഷ്യൽ ഹെയർസ്, നമ്മുടെ മുഖത്തുള്ള അനാവശ്യ രോമങ്ങൾ മാറ്റാൻ, ചുണ്ടിന് ചുറ്റും കറുപ്പ് ഉണ്ടാവില്ല ചിലവർക്ക്, അത് മാറാനായിട്ട്, കഴുത്തിൻ്റെ ഉള്ള കറുപ്പ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫേസ് പാക്കാണ്. ഞാൻ റെഗുലറായിട്ട് മിക്കപ്പോഴും ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് പറയാം ഈ ഒരു ഫേസ് പാക്ക്. അപ്പം ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലൊരു റിസൾട്ടുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴത്തിനൊരു ബെല്ലൈക്കൻ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. ഒടുക്കത്തെ വെള്ളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ്. അപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തേക്കണം. അത് നമുക്കിതിലോട്ട് പിഴിഞ്ഞ് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിത് റെഗുലറായിട്ട് നമുക്ക് ദിവസം യൂസ് ചെയ്യാം, അതിലൊരു കുഴപ്പമില്ല. പിന്നെ ഈ നാരങ്ങയുടെ നീരിനൊക്കെ അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യണ്ട. നമ്മൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അലർജി ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷനോ ചൊറിച്ചിലോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യം ഇട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണ്ട. അപ്പോൾ ഫസ്റ്റ് ഇതിനായിട്ട് വേണ്ടത് നാരങ്ങ നീരാണ്. ഞാനൊരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് രണ്ടാമത് വേണ്ടത് തേനാണ്. അപ്പോൾ ഞാനിവിടെ ഡാബറിൻ്റെ ഹണിയാണ് എടുത്തേക്കുന്നത്. ഏത് തേൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ഒരു ടേബിൾ സ്പൂൺ വല്ലതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ മോശമൊന്നും ആവാണ്ടിരുന്നോളും. പിന്നെ ഇത് നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ ലിപ്പിലായാലും അപ്ലൈ ചെയ്യാം, നമ്മുടെ കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യാം. ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട്, നമ്മുടെ മുഖത്തുള്ള രോമങ്ങൾ കളയാനായിട്ടൊക്കെ നല്ലതാണ്. ഹെയർ റിമൂവലാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യണം കൂടുതലും. ഹെയർ റിമൂവലിനൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ ഫേഷ്യൽ ഹെയർസ്, അതായത് നമ്മുടെ മുഖത്തുള്ള രോമങ്ങൾ, അനാവശ്യ രോമങ്ങൾ കളയാൻ മാത്രമല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനായിട്ട്, മുഖത്തെ കറുത്ത പാടുകൾ, മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട്, മുഖക്കുരു നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട്, പിന്നെ നമ്മുടെ മുഖത്ത് എക്സ്ട്രായിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ചുണ്ടിന് ചുറ്റും കറുപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ഇത് റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ, നമ്മുടെ നെക്കിൽ, നമ്മുടെ ചുണ്ടിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ നാരങ്ങ നീര് കൊണ്ട് അല്ലെങ്കിൽ തേന് കൊണ്ട് അലർജി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് നമ്മുടെ ഇതിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് തന്നെ മുടി വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എൻ്റെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാണ്. ഇത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുഖത്ത് ഉള്ള രോമങ്ങൾ കളയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ രോമങ്ങൾ ഇങ്ങനെ താഴോട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ മേളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ രോമങ്ങൾ വരാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മീശയായിരിക്കും പ്രശ്നം. അപ്പോൾ മീശ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഈ സൈഡിലോട്ടാണെങ്കിൽ നമ്മൾ മേളിലോട്ടാക്കിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് 1 മിനിറ്റൊക്കെ ചെയ്ത് കൊടുത്താൽ കേട്ടോ, ഒരുപാട് നേരമൊന്നും ചെയ്യേണ്ട. അതേപോലെ പിന്നെ ഒരു ഹെയറിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ ആയിരിക്കും, കൃതാവിൻ്റെ അവിടെ ആയിരിക്കും രോഗമുള്ളത്. അപ്പോൾ അവിടെയാണെങ്കിൽ ഇതേപോലെ മേളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുക. അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനായിട്ട്, കറുത്ത പാടുകൾ മാറാനൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ തന്നെ വെക്കുക. ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൽ നാരങ്ങ നീരും തേനുമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊട്ടും ഡ്രൈ ആയി പോകുന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
നല്ല സാധാരണ പോലെ തന്നെ ഇരുന്നോളൂ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ടാണെങ്കിൽ ഇത് നല്ലതാണ്. നമ്മൾ നാരങ്ങാനീരാണ് ഇട്ടേക്കുന്നത്. നാരങ്ങാനീര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്കിൻ നന്നായിട്ട് ലൈറ്റ് ആൻഡ് ചെയ്യാനായിട്ട്. ഇവിടെയൊക്കെ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക്നെസ് ഉണ്ടോ അതൊക്കെ നന്നായിട്ട് ലൈറ്റ് ആൻഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു താഴെ ഭാഗത്തൊക്കെ കേട്ടോ. ഇപ്പോൾ അവിടെ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട്, കഴുത്തിൽ നമുക്ക് കഴുത്തിൽ കറുപ്പുണ്ടെങ്കിൽ അത് മാറാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ബ്രൈറ്റൺ ആയിട്ടൊക്കെ ഇരിക്കാനായിട്ടും നല്ല ഒരു യൂത്ത്ഫുള്ളായിട്ട് നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആണെങ്കിൽ ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ഓൾറൗണ്ടർ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നല്ല റിസൾട്ടാണ്. ഒരാഴ്ച നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും റിസൾട്ട് അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമായിരിക്കും. അത് നമ്മൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആകാണ്ട് വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഡെയിലി നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈവനിങ് ടൈമോ അല്ലെങ്കിൽ നൈറ്റ് ടൈമോ യൂസ് ചെയ്യുക. നമ്മൾ പകൽ ഇത് യൂസ് ചെയ്തിട്ട് വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സ്കിൻ ഒന്നുകൂടി കരിവാളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്കിന്നിൽ നല്ല ചേഞ്ചസ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ലൈറ്റ് ആൻഡ് ചെയ്ത പോലെ ഉണ്ട്. നല്ലൊരു ഗ്ലോയിങ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.